ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വന്നിട്ട് നമ്മൾ ഓർക്കാപ്പുളി അച്ചാറാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരേ അളവിൽ, ഒരു ടീസ്പൂൺ ആണെങ്കിൽ ഒരു ടീസ്പൂൺ തന്നെ കടുകും ഉലുവയും ഒരേ അളവിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഉലുവയും കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്ന വരെ നമുക്ക് വറുത്തെടുക്കാം. ഇനി നമുക്ക് തരിതരിയായി പൊടിച്ചെടുക്കാം. നന്നായി ഫൈനായി പൊടിക്കരുത്, തരിതരിയോടുകൂടി പൊടിച്ചെടുക്കാം. മിക്സിൻ്റെ ജാറിലാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. ഇനി നമ്മൾ നല്ലെണ്ണ ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് അച്ചാറേ തയ്യാറാക്കുന്നുള്ളൂ, അതിനനുസരിച്ചാണ് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് ഇഞ്ചി എടുത്ത് ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു വെളുത്തുള്ളി 2 കഷ്ണമാക്കി എടുത്തിട്ടുള്ളതാണ് കുറച്ച്. പിന്നെ പച്ചമുളക് കുറച്ച് വലുപ്പത്തിൽ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. മുളക് ചേർക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ എരിവിനനുസരിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഈ ഒരു എരിവ് മാത്രമേ, ഈ ഒരു മുളകിൻ്റെ എരിവ് മാത്രമേ ഈ ഒരു അച്ചാറിലുള്ളൂ കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമ്മൾ ഓർക്കാപ്പോൾ ഇതേപോലെ വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. വട്ടത്തിൽ അരിഞ്ഞെടുക്കുന്നതാണ് ഈ ഒരു അച്ചാറിന് ഏറ്റവും നല്ലത്. ഇനി നമ്മൾ ഉലുവയും കടുകും പൊടിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. പിന്നെ നമ്മൾ നല്ലെണ്ണയിൽ നമുക്കിത് നന്നായിട്ട് വാട്ടി എടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ആ മുളകും അതുപോലെ തന്നെ നമ്മളെ പുളിയും ഒക്കെ ഒന്ന് നന്നായി ഒന്ന് വാടി കിട്ടണം. കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഉപ്പൂടെ ചേർത്ത് വീണ്ടും നമുക്കിത് ഇളക്കി എടുക്കണം. നന്നായി വെന്തുടയാൻ പാടില്ല, ചെറിയ തീയിൽ വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കൊന്നിങ്ങ് വെന്ത് കിട്ടിയാൽ മാത്രം മതി, വാടി കിട്ടിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം, ഗ്യാസിലാണെങ്കിൽ അല്ലെങ്കിൽ അടുപ്പിൽ നിന്ന് മാറ്റിയതിന് ശേഷം കുറച്ച് സുർക്ക ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ. കാരണം നല്ല പുളിയുള്ളതാണല്ലോ ഓർക്കാപ്പുളി. അപ്പോൾ നമ്മൾ അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് ഇന്ന് തയ്യാറാക്കുകയാണെങ്കിൽ നാളെ നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയി പെട്ടെന്ന് വരാം. താങ്ക് യു.